ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. ഐ ആം യുവർ വിപിൻ. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൂലി എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ് കേട്ടോ. കൂലിയുടെ ഇപ്പോൾ ഓഡിയോ ലോഞ്ച് ആൻഡ് ട്രെയിലർ ലോഞ്ച് പറഞ്ഞൊരു പരിപാടി ഇപ്പോൾ നടന്നു. ഭയങ്കര ഗ്രാൻഡായ പരിപാടിയായിരുന്നു. ആ സ്റ്റേജിൽ വെച്ച് ഇപ്പോൾ പറഞ്ഞൊരു കാര്യം ഭയങ്കര വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലോകേഷ് കനകരാജാണ് കൂലിയുടെ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രങ്ങളായ മാനഗരം, വിക്രം, കൈദി, മാസ്റ്റർ, ലിയോ. ഇതിൽ മാസ്റ്ററും ലിയോ ഒഴിവാക്കി ബാക്കി എല്ലാ സിനിമകളെ പറ്റിയും രജനീകാന്തും കലാനിധിമാരനും ഒക്കെ സ്റ്റേജിൽ വെച്ച് സംസാരിക്കുകയുണ്ടായി. ലിയോയും മാസ്റ്ററും മാത്രം എന്തുകൊണ്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്തു, അതിനെപ്പറ്റി അവരാരും സംസാരിച്ചില്ല എന്ന് എന്താണെന്നുള്ള ഒരു കാര്യം മനസ്സിലാവണില്ല. കുറച്ച് കാലം മുമ്പ് ജയിലറിൻ്റെ ഓഡിയോ ലോഞ്ചിൽ രജനിയും വിജയും സംബന്ധിച്ചൊരു വിവാദം ഉണ്ടായിരുന്നു. അതായത് കാക്കാ കുരുവി എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ, അതായത് നമ്മൾ കൂലിയുടെ പ്രൊഡ്യൂസറായ സൺ പിക്ചേഴ്സ് കലാനിധിമാരനാണ് ഇവരുടെ തമിഴ്നാട്ടിലെ മറ്റേ അണ്ണ AMDMK എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടല്ലോ, നമ്മളെ ഉദയനിധി സ്റ്റാലിനും അതുപോലെ സ്റ്റാലിനും ഒക്കെ ഉള്ള ആ പാർട്ടിക്കെതിരായിട്ട് ഇപ്പോൾ വിജയുടെ പുതിയ പാർട്ടി ഇറങ്ങിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ ഇവരുടെ കുടുംബം ആയതുകൊണ്ട് തന്നെ ഈ ഓഡിയോ ലോഞ്ചിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഇദ്ദേഹത്തെ പറ്റി ഒരാളൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇതിന് കിട്ടിയ വിവരങ്ങൾ. അതായത് ഓൺലൈനിൽ ഇപ്പോൾ അങ്ങനെയും ചില സംഭവങ്ങൾ പറയുന്നുണ്ട്. സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയിൽ ദളപതിയെ പറ്റി പറയാൻ പാടില്ല, അദ്ദേഹത്തെ പറ്റി ആരും സംസാരിക്കരുത് സ്റ്റേജിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഓഡിയോ ലോഞ്ച് ഗ്രാൻഡായിട്ട് കഴിഞ്ഞു. പിന്നെ സിനിമയുടെ ട്രെയിലർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ ട്രെയിലറിന് എല്ലാവരും പറഞ്ഞൊരു റീസണാണ് കൈദി അല്ലെങ്കിൽ വിക്രം അല്ലെങ്കിൽ ലിയോ, മാസ്റ്റർ, ഇതിൻ്റെ ഒന്നും ട്രെയിലർ തന്നൊരു എഫക്റ്റ്, അതായത് അതിലൊന്നും കിട്ടിയ ഒരു ഹൈ മൊമെൻറ്റ്സ് ഇതിലില്ല. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വളരെ മോശമാണെന്ന്. പക്ഷെ സത്യം പറയട്ടെ, കിഡിലിനായി കട്ട് ചെയ്ത നീറ്റ് വർക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊക്കെ വലിയ ഹൈപ്പ് തന്ന് അവസാനം സിനിമ തുടങ്ങുമ്പോൾ അതിൽ മെയിൻ സീക്വൻസൊക്കെ കട്ട് ചെയ്ത് ട്രെയിലറിൽ വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്ക് കയറിയാൽ നമുക്ക് എന്തായാലും കാണാണ്ടാവുക. ഇപ്പോൾ ഇവർ ഇതിൽ ഇട്ടിരിക്കുന്ന എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിലെ കുറച്ച് സീനുകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ചെറിയ ചില മൊമെൻറ്റ്സും. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ മുഴുവനായിട്ട് ഇതേപോലെ ആയിരിക്കും, സ്ലോ പേസ് ആവുന്നു ആരും പ്രതീക്ഷിക്കേണ്ട. അത് മാത്രമല്ല, അനിരുദ്ധ് പടച്ചു വെച്ചിരിക്കുന്നതിൻ്റെ മേലക്കായിരിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയവും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അനിരുദ്ധ് ഒരു രജനി ഫാനാണ്. അദ്ദേഹത്തിന് എത്ര കണ്ട് പവറായിട്ട് മ്യൂസിക് കൊടുക്കാൻ പറ്റുമോ അതിൻ്റെ പീക്കിലെത്തിക്കുന്ന ഒരാളാണ്. പിന്നെ ലോകേഷിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരൻ്റെ സ്ക്രീൻ പ്ലേ എങ്ങനെ നോക്കിയാലും ബോറടിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കുറച്ച് ഡൗൺ ആയാൽ പോലും അവിടെ ആയിട്ട് ഹൈ മൊമെൻറ്റ്സ് തന്ന് നമ്മളെ എങ്ങനെയായാലും എൻഗേജിങ് ആയി പടം മുഴുവൻ തീരുന്ന വരെ നമ്മൾ എൻജോയ് ചെയ്യിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ ഇതൊരു R-rated ഫിലിമാണ്. R-rated മീൻസ് സർട്ടിഫൈഡ് ആയൊരു സിനിമയാണ്. വളരെ ബ്രൂട്ടലായ ആക്ഷൻ സീക്വൻസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അതിലൊരു സംശയമില്ല. കൂടെ രജനീകാന്തിൻ്റെ കുറേ വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു A-rated ഫിലിം കൂടിയാണിത്. എത്ര കണ്ട് വയലൻസ്, എത്ര കണ്ട് പവറിലുണ്ടാവും എന്ന് മാത്രം നോക്കിയാൽ മതി. ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ലോകേഷ് കനകരാജ് കൊടുത്തൊരു ഇൻ്റർവ്യൂകളിലെല്ലാം പറഞ്ഞൊരു കാര്യമാണ്, ഈ സിനിമയിൽ ഞാൻ ഒന്നിനും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതായത് വയലൻസ് സീക്വൻസിനൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ സർട്ടിഫൈഡ് ആയതെന്നും. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒന്നാമതേ ലോകേഷിന് US സർട്ടിഫിക്കറ്റിൽ മാക്സിമം എത്തിക്കും. അപ്പോൾ സർട്ടിഫൈഡും കൂടി ആണെങ്കിൽ ഇനി പറയും വേണ്ടിവരില്ല, ചോരക്കളിയായിരിക്കും ഈ പടം. പിന്നെ അമീർ ഖാൻ, സൗബിൻ സാഹിർ, ഉപേന്ദ്ര, നാഗാർജുന, ശ്രുതി ഹാസൻ, സത്യരാജ്, ഒരു പട കാസ്റ്റും ഉണ്ട് ഈ സിനിമയിൽ. എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള റോളുകളായിരിക്കും എന്നും പറയുന്നുണ്ട്. പിന്നെ മറ്റ് സിനിമകളുമായിട്ട് ഈ സിനിമയ്ക്ക് യാതൊരുവിധ ബന്ധമില്ല എന്നും ആദ്യമേ പറഞ്ഞ കാര്യമാണ്. ഈ സിനിമ സ്റ്റാൻഡ് ലോൺ ആയിരിക്കുമെന്ന്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.